എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിലെ ദശകൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ ദശകൻ 2ൻ്റെ ഉള്ളടക്കം മാത്രമാണ് പറയുന്നത്. ഈ ദശകത്തിൽ ഭഗവാന്റെ സ്വരൂപമാധുര്യത്തെയും ഭക്തിമഹത്വത്തെയും കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. സൂര്യബിംബം പോലെ പ്രകാശിക്കുന്ന കിരീടത്തോടു കൂടിയവനും ഗോപിക്കുറികൊണ്ട് പ്രകാശിക്കുന്ന നെറ്റിത്തടമുള്ളവനും കാരുണ്യം നിറഞ്ഞ കണ്ണുകളോടു കൂടിയവനും ആർദ്രമായ മന്ദഹാസത്തോടു കൂടിയവനും മനോഹരമായ നാസികയോടു കൂടിയവനും കവിളുകളിൽ നെള്ളിക്കുന്ന മകരകാന്തി പ്രവഹിക്കുന്ന കുണ്ടലങ്ങളുള്ളവനും കഴുത്തിൽ ഉജ്ജ്വലിക്കുന്ന കൗസ്തുഭരത്നം ധരിച്ചവനും വനമാല, മുത്തുമാല കൂട്ടങ്ങൾ, ശ്രീവത്സം എന്നു പേരുള്ള മറുക് എന്നിവയാൽ പ്രകാശം ചൊരിയുന്ന അങ്ങയുടെ കോമള രൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കേയൂരം, അങ്കദം, കൈവളകൾ, രത്നനിർമ്മിതങ്ങളായ മോതിരങ്ങൾ എന്നിവയാൽ അലങ്കൃതമായ 4 തൃക്കരങ്ങളിൽ ഗദ, ശംഖ്, ചക്രം, താമരപ്പൂവ് എന്നിവ ധരിച്ചും സ്വർണ്ണനിർമ്മിതമായ അരഞ്ഞാണവും മഞ്ഞപ്പട്ടും ധരിച്ചും താമരപ്പൂവിനൊത്ത പ്രകാശമുള്ള പാദങ്ങളോട് കൂടിയതും അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ സർവ്വ ദുഃഖങ്ങളെ നീക്കുന്നവനും ഒരിക്കലും പൂർണ്ണമായി വർണ്ണിക്കുവാൻ കഴിയാത്തതുമായ അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങയുടെ പവിത്ര സ്വരൂപം ത്രിലോകങ്ങളിൽ മറ്റുള്ള വസ്തുക്കളെക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമായതും മനോഹരമായതും കാന്തിയുള്ളതും മധുരതരവും ആശ്ചര്യമുളവാക്കുന്നതുമാകുന്നു. അങ്ങനെയുള്ള ഈ സ്വരൂപം ഈ ലോകത്തിൽ ആർക്കാണ് കൗതുകമുണ്ടാക്കാത്തത് എന്നാണ് മേൽപ്പത്തൂർ ചോദിക്കുന്നത്. അത്രമാത്രം മധുരാത്മകമായ അങ്ങയുടെ ശരീരം പ്രാപിച്ചവളും ഐശ്വര്യദായിനിയുമായ ലക്ഷ്മീദേവി അങ്ങയോടുള്ള താല്പര്യം മൂലം സ്വഭക്തന്മാരിൽ പോലും ചിരകാലം വസിക്കുന്നില്ല. അങ്ങയോടുള്ള ദൃഢമായ പ്രേമത്തിൽ ചപലതയോ ചലനമോ ഇല്ലാത്തതുമൂലം ലക്ഷ്മീദേവിയെ ചപലയാണെന്ന് പറയുന്നു. കഷ്ടം എന്നല്ലാതെ എന്തു പറയാനാണ്? ലക്ഷ്മീദേവി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമ്പത്തിനെയാണ്. സമ്പത്ത് എല്ലായ്പ്പോഴും ഒരാളിൽ തന്നെ നിൽക്കാറില്ല. ഇന്നൊരാളിൽ നിൽക്കുന്ന സമ്പത്ത് നാളെ മറ്റൊരാളിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഭഗവാന്റെ ഭക്തരുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടാവും. അതുകൊണ്ട് ലക്ഷ്മീദേവി അവരുടെ കൂടെ ഉണ്ടാവും എന്നതാണ് വാസ്തവം. ഭഗവാന്റെ മനോഹര സ്വരൂപത്തിൽ ആകൃഷ്ടയായതുകൊണ്ടാണ് ദേവി അന്യരിൽ അസ്ഥിരയായിരിക്കുന്നത്. പക്ഷേ ഭഗവാനെ ധ്യാനിച്ചും അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ കീർത്തിച്ചും ആ രസത്തിൽ മുഴുകിയിരിക്കുന്ന അങ്ങയുടെ ഭക്തന്മാരിൽ ലക്ഷ്മീദേവി സ്ഥിരമായി വസിക്കുന്നു. അങ്ങനെ മനോജ്ഞവും ശരീരകാന്തിയാകുന്ന അമൃതപ്രവാഹം വർഷിക്കുന്നതും പരമാനന്ദ രസം നിറഞ്ഞതും ചേതോഹരവുമായ അങ്ങയുടെ സ്വരൂപം അതിനെപ്പറ്റി കേൾക്കുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നു. അവർ ആനന്ദപരവശരും രോമാഞ്ച ശരീരികളുമായി തീർന്ന് ആനന്ദമൂർച്ചയിൽ ഉത്ഭവിച്ച തണുത്ത കണ്ണുനീർ ഒഴുക്കുന്നു. ഇപ്രകാരം ഭക്തി എന്നു പേരായ ആ മോക്ഷമാർഗം കർമ്മം, ജ്ഞാനം എന്നീ മറ്റ് 2 മോക്ഷയോഗങ്ങളെക്കാൾ കൂടുതൽ ഉത്തമമാണെന്ന് യോഗീശ്വരന്മാർ പ്രകീർത്തിക്കുന്നു. സൗന്ദര്യഗുണമുള്ള അങ്ങയിൽ ഉജ്ജ്വല പ്രേമാത്മകമായ ആ ഭക്തിയോഗം സർവ്വജനങ്ങൾക്കും എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. പക്ഷേ നിത്യവും നിയതമായ കർമ്മയോഗധർമ്മത്തിൻ്റെ ഫലപ്രാപ്തിക്കായി ആഗ്രഹം കൂടാതെയുള്ള ആചരണം അസാധ്യം തന്നെയാണ്. ഉപനിഷത്തുകളിൽ വിശദീകരിച്ചിട്ടുള്ളതും ബ്രഹ്മജ്ഞാനം കൊണ്ട് നേടേണ്ടതുമായ പരമപദം അവ്യക്തമായിരിക്കുന്നതിനാൽ ഹൃദയത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തതാകുന്നു. പക്ഷേ ഭഗവാനോടുള്ള ഭക്തി എപ്പോഴും മധുരതരവും ശ്രേയസ്കരവുമാണ്. അത്യധ്വാനം ഉളവാക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നിർമ്മല ചിത്തരായി തീർന്നവർ ഭക്തിമാർഗത്തിൽ മാന്യരായി ഭവിക്കുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. മറ്റു ചിലർ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി യുക്തിമാർഗം സ്വീകരിക്കുന്നു. അവർ കുറേ കാലം ക്ലേശതകൾ അനുഭവിച്ച് ഒരിക്കലും മനസ്സിന് ആർദ്രത കൈവരിക്കാതെ അവസാനം അങ്ങയുടെ സ്വരൂപത്തെ ധ്യാനിക്കുകയും അനേക ജന്മങ്ങൾക്ക് ശേഷം സായുജ്യം നേടുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങയോടുള്ള ഭക്തി അത്തരത്തിലുള്ളതല്ല. ഭഗവാന്റെ കഥകൾ കേട്ട് ആനന്ദാമൃതത്തിൽ മുങ്ങുമ്പോൾ സിദ്ധമാകുന്നതും എളുപ്പത്തിൽ പവിത്രജ്ഞാനത്തെ ഉണ്ടാക്കുന്നതും മോക്ഷമാർഗത്തെ പ്രദാനം ചെയ്യുന്നതുമായ ആ ഭക്തി എല്ലാറ്റിലും ശ്രേഷ്ഠമാണ്. ഇതാണ് ഈ ദശകത്തിൻ്റെ സംഗ്രഹം. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയും നേരം വളരെ ക്ഷമയോടെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.